സ്ക്വയർ മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷനായ ഡിറ്റർമിനൻസ് എന്ന ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഡിറ്റർമിനൻസ് എന്ന ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കിട്ടത്തുള്ളൂ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാനൊരു മെട്രിക്സ് ഇങ്ങനെ എഴുതുകയെന്ന് വിചാരിച്ചു. 0 A12 A13 minus A12 0 A23. ഇവിടെ ഞാൻ 0 എഴുതുകയാണ്. ഇവിടെ ഞാൻ A13 ഇവിടെ മൈനസ് A23 എന്ന് എഴുതുക. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഇവിടെ A12 ആണെങ്കിൽ മൈനസ് A12 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ A13 ആണെങ്കിൽ ഇവിടെ -13 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ A23 ആണെങ്കിൽ ഇവിടെ -A23 വന്നിരിക്കും. ചുരുക്കത്തിൽ ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഡിറ്റർമിൻ്റെ അപ്പോൾ നമ്മൾ R1 ഉപയോഗിച്ച് ഇതിൻ്റെ എക്സ്പാൻഷൻ നടത്തുക എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് R1 ഉപയോഗിച്ച് നടത്തുമ്പോൾ നമ്മൾ ചിഹ്നം അനുസരിച്ച് ആദ്യം ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ചിഹ്നം തീരുമാനിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. പ്ലസ് മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് പ്ലസ് പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് മൈനസ്, പിന്നെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്താ ഇവിടെ പ്ലസ് വരും, പിന്നെ പ്ലസ് മൈനസ് പ്ലസ് ആ രീതിയിൽ സൈൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് R1 ഉപയോഗിച്ചാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ നടത്തണമെങ്കിൽ ആദ്യമേ പ്ലസ് ആണ്, പ്ലസ് 0 ഇൻറ്റു പിന്നെ ബാക്കി എലമെൻറ്റ്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ റോയും ഈ കോളവും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള എന്താണ് 0 A23 മൈനസ് A23 0, ഇവിടെ പ്ലസ് കഴിഞ്ഞു. ഇനി മൈനസ് A12. ഈ A12 ഉള്ള റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് വരുന്നത് എന്താണ് മൈനസ് A12 A23 മൈനസ് A13 0. അപ്പോൾ നോക്കി A12 ആണെങ്കിൽ ഈ റോയും ഈ കോളം കളഞ്ഞു കഴിഞ്ഞാൽ A12 A23 A13 0 എന്ന് വരും. പിന്നെ ലാസ്റ്റ് എലമെൻറ്റ് ഇതാണ്. അപ്പം പ്ലസ് മൈനസ് പ്ലസ് എടുക്കാം. അടുത്ത എലമെൻറ്റ് എഴുതി. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് 2/2 ഡിറ്റർമിൻ്റ് എഴുതാം. ഈ റോയും ഈ കോളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിറ്റർമിൻ്റ് മൈനസ് A12 0 A13 മൈനസ് A13 മൈനസ് A23 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് നോക്കാം. ഇത് 0 ആണ്, ഇനി നോക്കുക വേണ്ട. മൈനസ് A12 ഇൻറ്റു ഇത് 0 മൈനസ്, ഇവിടെ നമുക്ക് ഒരു മൈനസ് കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് വേണം പ്ലസ് ഒന്ന് അങ്ങ് എഴുതാം. കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് A13 A23. ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതുകയാണ്. അടുത്ത A13 എഴുതി. ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ട് A12 A23 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 0 എന്നാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമ്മൾ നോക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്തെഴുതാം A12 A13 A23 എന്ന് എഴുതുന്നു. പ്ലസ് ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന A12 A13 A23. എനിക്ക് ഇത് രണ്ടും ഒരേ എലമെൻറ്റ്സ് അല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് 12 13 23 12 13 23. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യും, നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, നമുക്കൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. ഇപ്പം ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓർഡറോടെ നമ്മൾ നോക്കണം 3/3 ആണ്. അപ്പോൾ ഈ 3/3 ഉള്ള അതിൻ്റെ ഓർഡർ 3/3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അത് നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും എന്നുള്ളത്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 0 1 നമുക്ക് 0 1 3 എടുക്കാം. ഇവിടെ ഞാൻ -1 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയും 0 ഇവിടെയും 0 വരും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതുന്നത് ഇവിടെ +1 ആയതുകൊണ്ട് -1 എഴുതുന്നു. 3 ആണ് -3 എന്ന് എഴുതുന്നു. -1 ആണ് +1 എന്ന് എഴുതുന്നു. ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ല. ഡയഗണൽ എലമെന്റ് 0 1 -1 3 -3 -1 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ പറഞ്ഞത് ഒരു 3/3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ പ്ലസ് 0 ഇൻറ്റു ഈ റോയും ഈ കോളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 -1 1 0 ആണ്. അടുത്ത പ്ലസ് കഴിഞ്ഞാൽ പിന്നെ സൈൻ മൈനസ് ആണ്. സെക്കൻഡ് എലമെൻറ്റ് 1 ആണ്.
ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 എലിമെന്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. -1 -1 -3 0. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ആണ് അടുത്ത എലിമെന്റ് 3 ആണ്. ഈ റോയും ഈ കോളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന 2/2 ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -1 0 -3 1 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നോക്കിയാൽ ഇത് 0 ആണ്. 0 നമ്മൾ നോക്കേണ്ട കാര്യമില്ല. -1 ഇൻറ്റു ഇത് 0 വരും. മൈനസ് ഓഫ് പ്ലസ് എന്ന് പറയുമ്പോൾ -3 വരും. +3 ഇൻറ്റു -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 0 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? -1 ഇൻറ്റു -3 +3 ഇൻറ്റു -1. ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു മൈനസ് +3 -3 0. അപ്പോൾ നമ്മളെന്താ ഇവിടുന്ന് പഠിക്കുന്നത്? നമ്മളൊരു 3/3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുക്കാമെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സംശയം, 2/2 ഇത് ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2/2 നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, സപ്പോസ് A = 0 1 -1 0 എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ? 0 +1 -1 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇവിടെ ഓർഡർ 3/3 ആയിരുന്നു, ഇവിടെ ഓർഡർ 2/2 ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് എങ്ങനെയാണ്? ഈ പ്രോഡക്റ്റ് ലെഫ്റ്റ് പ്രോഡക്റ്റിൽ നിന്നും 0 × 0 0 -1 × 1 ദാറ്റ് ഈസ് 0 മൈനസ് ഇൻറ്റു മൈനസ് +1 എന്ന് വരും. ഇതിൻ്റെ വാല്യൂസ് 1 ആണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഒരിക്കലും നമുക്ക് 0 അല്ല കിട്ടിയത്. അപ്പോൾ എല്ലാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനും ഡിറ്റർമിനന്റ് 0 അല്ലെന്ന് നമ്മൾ മനസ്സിലായി. എപ്പോഴാണ് 0 ആകുന്നത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3/3. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഓഡ് ഓർഡർ ആകുമ്പോഴാണ്. 3/3 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 5/5 എന്ന് പറയുമ്പോൾ ഓഡ് ഓർഡർ ആണ്. പിന്നെ ഉള്ളത് 7/7 മെട്രിക്സ് എടുക്കുകയാണ്. അങ്ങനെയുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ എല്ലാം എൻ്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. പക്ഷേ ഈവൻ വരുമ്പോൾ അത് 0 ആയിരിക്കണം എന്ന് ബന്ധമില്ല. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്നത്. അടുത്ത നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. If A = square matrix 1 2 4 2 show that determinant of 2A = 4 times determinant of A. If A = ഇവിടെ കൂടെ ബാക്കിയുണ്ട്, ഒരു 3/3 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് 3A = 27 ഇൻറ്റു ഡിറ്റർമിനന്റ് A. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3/3 മെട്രിക്സ്, ഇത് 2/2 മെട്രിക്സ്. ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യണം, ഇതിങ്ങനെ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ A എന്ന് പറയുന്നത് മെട്രിക്സ് 1 2 4 2 ഒരു 2/2 മെട്രിക്സ് ആണ്. അല്ലെ ഓർഡർ 2 ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ് ആണ്. ഓർഡർ 2 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് കണ്ടാൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? നമുക്കറിയാം ഇതിൻ്റെ 2/2 ആയതുകൊണ്ട് 1 × 2 -4 × 2 ആണ്. ദാറ്റ് ഈസ് 2 - 8 -6 ഉണ്ട്. ഇനി നമുക്ക് 2A ഇവിടെ കാണാനായിട്ട് പറയുന്നുണ്ട്. A എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 2A എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്കിവിടെ 2 4 8 4 ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് 2A കാണുമ്പോൾ അങ്ങനെ കാണാൻ സാധിക്കും. ഡിറ്റർമിനന്റ് ഓഫ് 2A ഡിറ്റർമിനന്റ് ഓഫ് 2A കാണാനായിട്ട് 2 × 4 -8 × 4 that is 8 - 32 that is -24. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കിട്ടി, -24 കിട്ടി. ഇനി റൈറ്റ് സൈഡ് നോക്കാം. 4 times ഡിറ്റർമിനന്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ചെയ്യാൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് -6 ആണ്. അപ്പോൾ 4 × -6 = -24. അപ്പോൾ രണ്ടും ഇക്വേഷൻ 1 ഉം 2 കൂടെ നോക്കിക്കേ. ഡിറ്റർമിനന്റ് ഫ്രം 1 and 2 we get determinant 2A = 4 times determinant. ഇതാണ് നമുക്ക് ആദ്യ ഭാഗത്ത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ എക്സ്പാൻഷൻ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഈ ഡിറ്റർമിനന്റ് ഇപ്പുറത്ത് വരുന്നുണ്ട്, പക്ഷേ 2 4 ആയിട്ട് മാറുകയാണ്. 2 4 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ 2² × ഡിറ്റർമിനന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഈ 2 ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കും. ഈ 2 എവിടെ നിന്നാണ് വന്നത്? ഈ ഓർഡർ 2 എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടുന്ന് ജനറലായിട്ട് കാണുന്ന ഒരു കാര്യം. നമുക്ക് അടുത്ത എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം പറയാം. ബി പാർട്ടിൽ എന്നാ പറഞ്ഞെന്ന് നോക്കി. A തന്നിട്ടുണ്ട്. മെട്രിക്സ് ഏതാണ്? 1 0 1 0 1 2 0 0 4. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം ഡിറ്റർമിനന്റ് കാണാനായിട്ട് നമ്മൾ മാക്സിമം 0 ഉള്ള റോയോ കോളമോ എടുത്ത് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ
ഇവിടെ ഫസ്റ്റ് കോളത്തിൽ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ആണ് വന്നത്, 2 0 ആണ്. ഇങ്ങോട്ട് വേണമെങ്കിൽ ഇത് R3 ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ C1 ഉപയോഗിച്ചതിൻ്റെ എക്സ്പാൻഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു പ്ലസ് മൈനസ് പ്ലസ് ആണ്, പ്ലസ് ആദ്യം എഴുതി. അതിൻ്റെ ഡിറ്റർമിനന്റ് എന്താണ്? ഈ റോയും ഈ കോളം ഒഴിവാക്കിയാൽ 1 2 0 4 മൈനസ് 0 ഇൻറ്റു. ഇപ്പോൾ ഈ റോയും ഈ കോളം കളഞ്ഞു കഴിഞ്ഞാൽ ഈ റോയും ഈ കോളം കഴിഞ്ഞാൽ നമുക്ക് 0 1 0 4 വരും. അടുത്ത പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് വരും. അടുത്ത എലമെൻറ്റ് 0 ആണ്. ഇവിടെ ഈ റോയും ഈ കോളം നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 1 1 2 ആണ്. അപ്പോൾ നമുക്കത് കിട്ടും 1 ഇൻറ്റു 4 മൈനസ് 0 വരും. ബാക്കി ഇങ്ങോട്ടുള്ളത് നോക്കുക വേണ്ട, കാരണം ഇതെല്ലാം 0 ആയതുകൊണ്ട് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 4 കിട്ടും. ഡിറ്റർമിൻ്റ് 4 ആണ്. നമുക്കെന്താ കണ്ടുപിടിക്കുന്നത്? 3 ടൈംസ് ഡിറ്റർമിൻ്റ് വേണം, 3A വേണം. അപ്പോൾ ആദ്യമേ 3A ഒന്ന് കണ്ടു നോക്കാം. 3A എന്ന് പറയുമ്പോൾ ഈ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസിനും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 0 3 0 3 6 0 0 12 വന്നു. എല്ലാ എലമെൻസിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ഡിറ്റർമിൻ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിൻ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിൻ്റ് കാണുമ്പോൾ ഇവിടെ മാക്സിമം 0 ഉള്ള ഫസ്റ്റ് കോളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ തേർഡ് റോ ഉപയോഗിക്കുക. അങ്ങനെ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ നടത്തിയാൽ ഡിറ്റർമിൻ്റ് 3A കാണണമെങ്കിൽ എങ്ങനെയാണ്? സീക്വൽ ടു പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് 3 ഇൻറ്റു ആ റോയും എ കോളം നമ്മൾ ഒഴിവാക്കിയ എന്ത് വരും? 3 6 0 12 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, 0 ആയതുകൊണ്ട് നമ്മളിവിടെ ഇനി 0 പുറത്തോട്ട് എഴുതിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഡിറ്റർമിനന്റിലെ അതിൻ്റെ എക്സ്പാൻഷൻ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ 0 ഉള്ള റോയ അല്ലെങ്കിൽ കോളം ഏതാണോ അത് ഉപയോഗിച്ച് എക്സ്പാൻഷൻ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് വരും 3 ഇൻറ്റു 12 36 മൈനസ് 0 108 എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനന്റ് 3A നമുക്ക് കിട്ടി. ഇത് 108 ആണ്. ഇക്വേഷൻ 1 ആയിട്ട് എടുക്കും. ഇനി അടുത്തത് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് A എന്നാണ്. 27 ഡിറ്റർമിനന്റ് A നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4 ആണ്. അതും എത്ര വരും? 108 വരും. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് 3A ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനന്റ് A എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഡിറ്റർമിനന്റ് ഇവിടെ വന്നു. ഈ 27 നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. 3 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയായിരുന്നു? 3 ആയിരുന്നു. ആ 3 ആണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഡർ ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2 ആയിരുന്നു, അതുകൊണ്ടാണ് 2 സ്ക്വയർ 4 ഇവിടെ വന്നു. ഓർഡർ 3 ആണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു? അതിൻ്റെ റേസ് ടു 3. അപ്പോൾ ഓർഡർ 4 ആയിരുന്നെങ്കിൽ നമുക്ക് 3⁴ എന്ന് വന്നു. ഓർഡർ 5 ആയിരുന്നു 3⁵ എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജനറലായിട്ടൊന്ന് പറയാൻ സാധിക്കും, ഇഫ് A is a square matrix of order n, then determinant of K is equal to K raised to ഇതിൻ്റെ ഓർഡർ എന്താണോ ആ ഓർഡർ മേളിൽ എഴുതണം. ഈ ഡിറ്റർമിനന്റ് അതുപോലെ തന്നെ എഴുതുകയും ചെയ്യണം. അപ്പം ഇങ്ങനെ കണ്ടു കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് ഇപ്പുറത്തോട്ട് എഴുതണം. K raised to ഇവിടുത്തെ ഓർഡർ ഏതാണെങ്കിൽ 2/2 ആണെങ്കിൽ 2 എന്ന് എഴുതണം. 3/3 ആണെങ്കിൽ 7 ഓർഡർ 3 എന്ന് എഴുതണം. ഇതിൻ്റെ ഓർഡർ 4/4 ആണ്, ഇവിടെ 4 എന്ന് എഴുതണം. 7 ഓർഡർ 5/5 ആണെങ്കിൽ ഇവിടെ 5 എന്ന് എഴുതണം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ എന്താണ് അവിടെ റിസൾട്ടായിട്ട് വരുന്നത്? ഇഫ് A is a square matrix of order n, then determinant of K is equal to K raised to n. ഇതിൻ്റെ ഓർഡർ എന്താണോ അത് ഇവിടെ എഴുതണം, raised to n ഇൻറ്റു ഡിറ്റർമിനന്റ് ആയി നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഇത്ര നേരം പഠിച്ച ആ ഒരു ഡിറ്റർമിനന്റ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഇപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സ് നമ്മളിങ്ങനെ A11 A12 A21 A22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെട്രിക്സ് ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A11 A12 A21 A22 ഇതൊരു ഡിറ്റർമിനന്റ് ആണ്, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ആണ്. ഇത് കണ്ട ഉടനെ നമ്മൾ എന്ത് എഴുതും? ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് A11 A22 മൈനസ് A21 A12. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉടനെ നമുക്ക് നമ്പർ ആക്കി അതിനെ ഒരു നമ്പറായിട്ട് ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ആൻസർ, ഒന്നാമത്തെ ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനന്റ് ഇതാണ്, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ.
സൈൻ തീറ്റ കോസ് തീറ്റ. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഒരു 2/2 ആണെങ്കിൽ ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഈ റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന്. അപ്പോൾ എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എത്രയാണ്? 1 ആണ് കാണാൻ സാധിക്കും. അടുത്ത ബി പാർട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനായിട്ടാണ്. എന്താണ്? എസ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ആദ്യത്തെ എലമെന്റ് ഇതാണ്. പിന്നെ ഇവിടെ എക്സ് മൈനസ് 1, ഇവിടെ എക്സ് പ്ലസ് 1. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാനാണ് പറഞ്ഞത്. ഇപ്പം 2/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് റൈറ്റ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇതിൻ്റെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ ഓരോന്നോരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എക്സ് ഇൻറ്റു എസ് സ്ക്വയർ എസ് ക്യൂബ് വരും, മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു എക്സ് എസ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ്. അപ്പോൾ എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതായാലും ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അത് നമ്മളെ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? പ്ലസ് എസ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എന്ന് മൈനസ് ഇത് എങ്ങനെയുള്ള ഒരു ഫോമാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ക്യൂബ് മൈനസ് എസ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചില ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. പ്ലസ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, ഇവിടെ ഒരു പ്ലസ് എക്സ് മൈനസ് എക്സ് ഇത് ക്യാൻസൽ ചെയ്യും. ദെൻ വാട്ട് റിമെയിൻസ്? ഇവിടെ ഒരു എസ് ക്യൂബ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് എസ് സ്ക്വയർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇനി ടേംസ് ഒന്നുമില്ല. ഇവിടെ ഒരു മൈനസ് എസ് സ്ക്വയർ 1 + 1 എന്ന് പറയുന്നത് 2. ഇതായിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഈ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതാണ്? ഈ ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ എഴുതാൻ സാധിക്കും? 0 ഇൻറ്റു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലസ് മൈനസ് പ്ലസ്. ആദ്യം സൈൻ എടുക്കുമ്പോൾ പ്ലസ് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ 0 സൈൻ ബീറ്റയാണ്. ഇത് മൈനസ് സൈൻ ബീറ്റ 0. അപ്പോൾ ആദ്യം പ്ലസ് പിന്നെ മൈനസ്. അടുത്ത എലമെൻ്റ് എഴുതി സൈൻ ആൽഫ എന്ന് എഴുതി. അപ്പോൾ ആ റോയും ആ കോളവും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എലമെൻ്റാണ് ഡിറ്റർമിനൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. എന്താണ്? മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ 0. തീർന്നോ? ഇല്ല, രണ്ടാമത്തെ എലമെന്റ് വരെ ആയുള്ളൂ. അപ്പോൾ ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ് ആണ്. അടുത്ത എലമെന്റ് മൈനസ് കോസ് ആൽഫയാണ്. ഇനി അതിൻ്റെ 2/2 മെട്രിക്സ് എഴുതിയാൽ ആ റോയും ആ കോളവും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻ്റ് ആണ് കിട്ടാൻ പോകുന്നത്. മൈനസ് സൈൻ ആൽഫ 0 കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 0 ആയിക്കോളും, ഇതിന് എഴുതേണ്ട കാര്യമില്ല. മൈനസ് സൈൻ ആൽഫ ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ കഴിഞ്ഞു. അടുത്തത് പ്ലസ് ഇൻറ്റു മൈനസ് കോസ് ആൽഫ ഇൻറ്റു ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് 0. ഇവിടെ 0 വരും. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ ഒരു എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ എന്ന് എഴുതും. ഇവിടെയാണെങ്കിലോ ഈ മൈനസ് ഇൻറ്റു പ്ലസ് ആണ് മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ
കോസ് ആൽഫ. ഇനി ടേംസ് ഒന്നുമില്ല. ഇത് രണ്ടും ഒരേ എലമെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എത്രയാണ്? സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഇത് ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത് look at the fourth question. Find the value of x if determine 2, 4, 5, 1 is equal to determine 2x, 4, 6x. നമുക്ക് ആദ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വൽ ആണെന്നാണ്. ഡിറ്റർമിൻ 2, 4, 5, 1 is equal to determine 2x, 4, 6x. ഇത് കണ്ടാൽ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. 2 into 1 2 minus 5 into 4 20 സെക്കൻഡ്. ഇതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 2s² ആണ്, മൈനസ് 6 into 4 24 ആണ്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് -18 ആണ്, ഈക്വൽ ടു 2s² മൈനസ് 24. അപ്പോൾ 2s² എത്രയാണ്? 24 പ്ലസ് മൈനസ് 24 become പ്ലസ് 24 മൈനസ് 18. That is 2s² is equal to 6. So what is s square? Square is equal to 3. So what is x? Square root of 3 എന്ന് പറയും. അത് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ അത് പ്ലസ് വാല്യൂ ആകാം, മൈനസ് വാല്യൂ ആകാം. കാരണം പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണ്, മൈനസ് റൂട്ട് 3യുടെ സ്ക്വയർ 3 ആയിരുന്നു. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വലായിട്ട് തന്നിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് x2 18 6x ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 6 18 6. then the value of x is ഇതിനകത്ത് 4 ആൻസർ കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്? ഗിവൺ രണ്ട് ഡിറ്റർമിനൻ്റ് ഈക്വലായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ x2 ഡിറ്റർമിനൻ്റ് x2 18x equal to determine 6 18 6. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ എഴുതുന്നത് എങ്ങനെയാണ്? x into x s² മൈനസ് 18 into 2 36. സിമ്പിൾ. ഇവിടെ ഡിറ്റർമിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? 6 into 6 36 മൈനസ് 18 into 2 36. So s² minus 36 is equal to 0. Therefore s² is equal to 36. So what is the value of x? Root of 36. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ഓർ മൈനസ് 6 പ്ലസ് 6ഉം ആകാം, മൈനസ് 6ഉം ആകാം. ഇവിടെ ആൻസർ ബി പാർട്ടാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ബി പാർട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് പ്ലസ് ഓർ മൈനസ് 6.